ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കുകയാണ്. അതെനിക്ക് നിർബന്ധമാണ്. ഫസ്റ്റ് വെള്ളം കുടിക്കും, എന്നിട്ട് ലിവിങ്ങും സിറ്റ് ഔട്ടൊക്കെ അടിച്ചുവാരി തുടച്ച് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചായ കുടിക്കുക. എന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി കാണാം. പിന്നെ നമ്മളെ ചെടികളും പിന്നെ പറമ്പിൽ കുറച്ച് വിശേഷങ്ങൾ, ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൂളയാണ്, കപ്പ. അപ്പോൾ അത് തലേന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുമ്പം അതിൻ്റെ കട്ടൊക്കെ പൊയ്ക്കോളും. ഇനി രാവിലെ എടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം കഴുകിയിട്ട് വേവിക്കാൻ വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചാൽ മതി. ഈ മാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. ഒരു ചെറിയ ഐറ്റം മാങ്ങ, ഇത് ഇവിടെ ഉണ്ടായതല്ല കേട്ടോ, അത് ഉമ്മ കൊടുത്തയച്ചാണ്. അവിടെ എൻ്റെ വീട്ടിൽ ഈ മാങ്ങ ഉണ്ട്. അത് മുട്ടിക്കുടിയൻ മാങ്ങ എന്ന് പറയും നമ്മളവിടെ. നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ. പല സ്ഥലത്തും പല പേരിലാവുമല്ലോ അറിയാം. മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇത് നല്ല മധുരമുള്ള ഒരു കറൻ്റൊക്കെ ടേസ്റ്റുള്ള, ഇതിങ്ങനെ നമ്മളിങ്ങനെ മുട്ടിയിട്ട് അതിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ് ആ മാങ്ങനെ. മാമ്പഴക്കാലായ മാങ്ങ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണത് എനിക്കിഷ്ടമാണ്. ഇത് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമ്മളെ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ട്, മുറിച്ച് കൊണ്ടുവന്ന മീനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞെടുത്ത്, കയ്യിന് ചെറിയൊരു അലർജിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ കപ്പയിലേക്ക് നമ്മളിന്ന് കരിമീൻ ഫ്രൈ ആക്കുകയാണ്. കരിമീൻ ഫ്രൈ ആണെങ്കിലും ബീഫാണെങ്കിലും മീൻ മുളകിട്ടതാണെങ്കിലൊക്കെ നല്ല കോമ്പിനേഷനാണല്ലോ പൂളൻ്റെ കൂടെ. അപ്പോൾ മീൻ ഫ്രൈ ആക്കാൻ മസാലയിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനീഗർ, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല മസാല ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയെടുത്ത് ഇനി പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. കപ്പ വെന്ത്, പൂള വെന്ത്, പിന്നെ ചോറൊക്കെ വെന്ത്. അപ്പോൾ കപ്പൊക്കെ ആവണ ദിവസം നമുക്ക് ഈസിയാണ്, കിച്ചണിൽ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് മീനിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ മീൻ പൊരിച്ചെടുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, നമ്മൾ മീനിൽ പുരട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ മസാല ബാക്കി വന്ന അതിലേക്ക് കുറച്ച് പുളിയും ചേർത്ത് കൊടുത്ത്, കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് മീനിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മീൻ. നമ്മൾ അമ്മ ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന മസാല ഇല്ലേ, അതേ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളിയും പച്ചമുളകും പിന്നെ ഉപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുളകില്ല കേട്ടോ, കാന്താരി മുളകൊക്കെ തീർന്നു പോയി. അപ്പോൾ അതും കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പൂള വേവിച്ചത് ബാക്കി വരികയാണെങ്കിൽ അത് നമുക്ക് വൈകുന്നേരം കപ്പ ബോണ്ട ഉണ്ടാക്കാം. പൂളാന്ന് നമ്മളവിടെ പറയണ കാരണം എൻ്റെ വായിൽ പൂള തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പാൽക്കപ്പ ഉണ്ടാക്കി. പാൽക്കപ്പയും ബീഫൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. നമ്മളെ സ്റ്റൗ ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുക. പിന്നെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ വെച്ചിട്ടുള്ള ട്രേ ഉണ്ടല്ലോ, അത് ചില ദിവസമൊക്കെ ഞാൻ കഴുകും. ചിലപ്പോൾ നല്ല പൊടിയും കച്ചറൊക്കെ ആയിട്ടുണ്ടാവും, വെള്ളമൊക്കെ ഇങ്ങനെ ആവും. അപ്പോൾ പിന്നെ കഴുകിയെടുക്കും. അല്ലാത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊന്നും ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യണ്ടേ.
ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ പ്ലാന്റ് ഇതാ സാൻസവേരിയ. അപ്പോൾ ചെടി വളർത്താൻ മടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു പ്ലാന്റാണ് സാൻസവേരിയ. ഇതിന് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട, എപ്പോഴെങ്കിലും നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലുണ്ടായ ബേബി പ്ലാന്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വേണം അതൊക്കെ മാറ്റി വെക്കാൻ. അപ്പോൾ ചെടി വളർത്താൻ ഇഷ്ടമുണ്ട്, എന്നാൽ അത് നോക്കാൻ മടിയും ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒക്കെ ചെടികൾ വെക്കുകയാണ് നല്ലത്. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ ഒരുക്കി വെച്ച് ബാക്കി കുറച്ച് പണികളും കൊണ്ട് ഉണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇന്ന് ലഞ്ച് കൊണ്ടുപോവണ്ട, അതുകൊണ്ടാണ് പിന്നെ ഞാൻ സാവധാനം ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചത്. നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അതിൻ്റെ നെറ്റൊക്കെ പൊട്ടി താഴെ വീണിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. അരേലിയെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. വെർട്ടിക്കൽ ഗാർഡൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വേഗം ചീത്തായി പോവും. എപ്പോഴും നമ്മൾ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത ഇവിടെ ഞാനൊരു വാട്ടർഫോൾസ് പോലെയൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്ത് അടീനിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ വെരിഗേറ്റഡ് സിങ്കോണിയാണ്, ലീഫിൽ വൈറ്റും ഗ്രീനും കൂടെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കഷ്ണങ്ങൾ വേറെ പോട്ടിലും കൂടെ മാറ്റി കുത്തി കൊടുക്കുകയാണ്. നല്ല ഭംഗിയുള്ള സിങ്കോണിയാണത്. പിന്നെ നമ്മൾ അടീനിയം മഴ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ചാറിയപ്പോൾ അടീനിയം വേഗം പോവും കേട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടീനിയത്തിൻ്റെ ഫ്ലവറൊക്കെ മൊട്ടും ഒക്കെ ചീഞ്ഞ് പോവും. അപ്പോൾ അതൊക്കെ എന്താ ഇതുപോലെ ആയിട്ടുണ്ട്. എനിക്ക് പൂച്ചെടികളോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. മുറ്റം നിറയെ പൂക്കൾ, പല കളറിലുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്, നല്ല അടിപൊളി വൈബാണ്. അതുമാത്രമല്ല പൂമ്പാറ്റകളും വണ്ട് തേനീച്ച കിളികൾ ഒക്കെ വരും കേട്ടോ ഈ പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് അത് കാണാൻ. പിന്നെ അതൊക്കെ വീഡിയോ എടുക്കാനും അതിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ നടക്കും. ഒരു പൂമ്പാറ്റനെ കണ്ടാലും കിളീനെ കണ്ടാലും ഒക്കെ. ഇത് നമ്മളെ ക്യാറ്റ്സ് ക്ലോയിൽ നിറയെ മുട്ടിട്ടിരിക്കണേ. ഞാനിപ്പോൾ മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഈ പ്രാവശ്യം ഇനിയിപ്പോൾ അതിൽ എന്തായാലും പൂവ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂവ് ഉണ്ടാവും, പക്ഷെ ഇത്രയും വള്ളിയായപ്പം എന്തായാലും അത് നിറയെ പൂക്കും ഈ പ്രാവശ്യം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈമിൽ അടിപൊളിയായിട്ട് മാഷാഅല്ലാ നിറയെ പൂക്കളുണ്ടായി. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നിറയെ ക്യാറ്റ്സ് ക്ലോ വിരിഞ്ഞ് നിൽക്കുന്ന വീഡിയോ ചെയ്യണ്ട്. ഇത് നമ്മളെ മുരിങ്ങമരമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് നിറയെ കഴിക്കണ നല്ല ഭംഗിയുള്ളൊരു മുരിങ്ങ ഉണ്ടായിരുന്നു. അതെന്താ അറിയില്ല, അത് പോയി. അപ്പോൾ അതിൻ്റെ ഒരു കമ്പ് കുത്തിയിട്ട് പിടിച്ച് വന്നതാണിത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുക്കട്ടെ, കണ്ടോക്കിക്കൊണ്ട്. നിറയെ മുരിങ്ങ കായ്ക്കണ ഒരു മുരിങ്ങമരമായിരുന്നു. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ അബിയൂ മരം കാണിച്ച്, പിന്നെ ചക്കപ്പഴം പൂവിട്ടത് കാണിച്ച്, പിന്നെ 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട നമ്മളെ പൂമ്പാറ്റകൾ പാറി പറന്ന് നടക്കുന്നത് നല്ല രസമാണ് കാണാൻ. പിന്നെ അതാ പേരക്ക പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഞാൻ എന്തായാലും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മുറ്റത്തിറങ്ങി, നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ നടക്കാൻ പറ്റൂല. ഇന്നിപ്പം ഒന്ന് മഴയൊക്കെ ചാറിയ കാരണം വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് കുറച്ച് സമയമൊക്കെ അങ്ങനെ നടന്ന്, അപ്പോൾ നമുക്ക് കുറച്ച് മൾബറിയും പേരക്ക കൊത്തിയിരിക്കണം കേട്ടോ. അതിങ്ങനെ വരഞ്ഞ് വെക്കും, അപ്പോൾ പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ഇതാ മാങ്ങയിൽ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നതിന് ശേഷം ഞാൻ നമ്മളെ പുതപ്പൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിട്ട്. പിന്നെ മൾബറി വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാം. അതിന് മാത്രം നമുക്ക് മൾബറി കിട്ടലില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് കിട്ടി, പക്ഷെ അത് ജ്യൂസാക്കാനൊന്നും കിട്ടിയില്ല. നമ്മൾ വേഗം കഴിച്ച്. നല്ല മധുരമാണ്, നല്ല പഴുത്തിട്ട് കിട്ടണം. കുയിലാണ് അതിൻ്റെ, എപ്പോൾ അതിലുണ്ടായാലും കുയിൽ വന്നിട്ട് അതൊക്കെ കൊത്തി കൊണ്ടുപോകും. അപ്പോൾ ഇനി ഞാൻ കുറച്ചധികം കിട്ടുകയാണെങ്കിൽ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് കാണിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പണികളും ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ അടിച്ചു വാരൽ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ്. അതൊന്നും ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോക്ക് ഞാനിങ്ങനെ സ്പീഡിൽ വോയിസ് കൊടുത്ത് പോകണ്ട, വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെ വോയിസ് ഓവർ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര മടി. അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് വോയിസ് കൊടുത്തിട്ട് പോവാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ സോറി, ക്ഷമിക്കണം. പിന്നെ എപ്പോഴും പറയണ പോലെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന്. കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് പേര് നല്ല നല്ല കമൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്മൈലി ആയിട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് സ്മൈലി ആയിട്ടെങ്കിലും കമൻസൊക്കെ തന്ന്, അതൊക്കെ കാണുമ്പോൾ
കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്ന കാരണം, ഒരു ബ്രേക്ക് വന്ന കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ ഇനിയും വീഡിയോ എത്തിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്ക്. കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും, ചിലപ്പോൾ ലൈക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടാവും. നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 10 മാങ്ങ എടുത്തിട്ടുണ്ട്, നല്ല മധുരമുള്ള മാങ്ങയാണ്. എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂണ് പഞ്ചസാര, അല്ലെങ്കിൽ ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മാങ്ങ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് നല്ലോണം തിളച്ചാൽ തന്നെ മാങ്ങ വേഗം വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. 250 ml കപ്പിൽ തന്നെ കേട്ടോ 1 കപ്പ് തേങ്ങ എടുത്തത്. പിന്നെ 10-12 കുരുമുളകും 2 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് നല്ല ജീരകവും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഇത്തിരി വെള്ളം ചേർത്തിട്ട്, വെള്ളം കൂടി പോകണ്ട കേട്ടോ, ഇത്തിരി വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി ആ മിക്സിൻ്റെ ജാറിലൊരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, തിള വരുന്നത് വരെ. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, തേങ്ങ പിരിഞ്ഞു പോകട്ടെ, ഇളക്കാതെ. അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 2 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അത് പിരിഞ്ഞു പോകരുത് കേട്ടോ, അതെല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ, നല്ലോണം ചൂടാവണ വരെ ഇളക്കി കൊടുക്കുക. കടുക്, ഉലുവ, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരി നല്ലോണം വറവിട്ടെടുത്ത്. ഇനി ഞാൻ കുറച്ച് മാമ്പഴ പുളിശ്ശേരി എൻ്റെ മൂത്തച്ഛൻ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കണേ, എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഇതാ കൊടുക്കുകയാണ്. പിന്നെ അവർ കൊണ്ടുവന്നാണ് കേട്ടത് മിഠായും ചക്ക ചുളക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബോക്സിലാക്കി വെച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ്. നിച്ചു ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഫുഡ് കഴിക്കാൻ അവളുണ്ടാവില്ല കൂടെ, അവൾ നേരത്തെ പോവും. അപ്പോൾ പിന്നെ അവൾക്ക് ആദ്യം ഫുഡൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഒരു കരിമീൻ നമുക്ക് ബാക്കിയുണ്ടായിരുന്നു, അതും മാമ്പഴ പുളിശ്ശേരി ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പം ഒരു സൈഡായിട്ടാണ് ഉണ്ടാക്കുക, ഇങ്ങനെ ചോറിൽ ഒഴിച്ച് കഴിക്കലില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്കെപ്പോഴും സൈഡായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, ചോറിൽ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം. പിന്നെ സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല, കാരണം ഫുഡ് കൊണ്ടുപോകണില്ല പറഞ്ഞപ്പോൾ പിന്നെ ഞാനും നിച്ചല്ലേ ഉച്ചക്കുള്ളൂ, അപ്പോൾ ഇത് മതി വിചാരിച്ചു. നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി, അവൾക്ക് അതായാൽ മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.